എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോമൺലി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. ഇപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ തന്നെ പേഷ്യൻ്റ് വരുമ്പം കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഡോക്ടറെ ഏത് പേസ്റ്റാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഇത് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഏത് പേസ്റ്റാണ് നല്ലത്, ഏത് പേസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ പേസ്റ്റിൽ ഒരു 10% കാര്യം മാത്രമേ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. ബാക്കി 90% എന്ന് പറയുന്നത് മറ്റൊരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് മുഴുവനെ കാണണം, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓറൽ ഹൈജീനിന് മേജറായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതറിയാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ടൂത്ത് പേസ്റ്റുകൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? നമ്മളെല്ലാവരും മെജോറിറ്റി ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. പക്ഷെ അങ്ങനെ ചെയ്യാതെ നമ്മൾ എപ്പോഴെങ്കിലും ആ കണ്ടൻറ്റ് ബാക്കിൽ എഴുതിയിരിക്കുന്ന ആ ടൂത്ത് പേസ്റ്റിനെ കുറിച്ചുള്ള കണ്ടൻറ്റ്സ് വായിച്ച് നോക്കി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നാൽ നമുക്കിന്ന് അതിലൂടെ ഒന്ന് കടന്നുപോയി നോക്കാം. അപ്പോൾ മെജോറിറ്റി ടൂത്ത് പേസ്റ്റിലും കാണുന്ന ഒരു മേജർ കണ്ടൻറ്റാണ് സോഡിയം ലോറൈൽ സൾഫേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇത് കോക്കനട്ടിൽ നിന്നും പാം ഓയിലിൽ നിന്നൊക്കെ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു കമ്പോണൻ്റാണ്. ഇതൊരു ഡിറ്റർജൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സുകളിൽ, ഇപ്പോൾ സോപ്പിലാണെങ്കിൽ പോലും നമുക്ക് ഈ സോഡിയം ലോറൽ സൾഫേറ്റിനെ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു വലിയൊരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. പല ആൾക്കാർക്കും ചിലപ്പോൾ ഈ സോഡിയം ലോറൽ സൾഫേറ്റ് ശരീരത്തിന് ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നതായിട്ടൊക്കെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മളെ വായിൽ തന്നെ ഇപ്പോൾ ഓറൽ അൾസേഴ്സ് കൂടുതലായിട്ട് റെക്കറൻ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റിൽ ഈ സോഡിയം ലോറൽ സൾഫേറ്റ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സോഡിയം ലോറൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് ഈ വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ട് പറയുമ്പോൾ ആ കൂട്ടത്തിൽ പറയാം. അപ്പോൾ ഇതാണ് ഒരു മേജർ കമ്പോണൻ്റ് നമ്മൾ കാണുന്നത്, ഈ സോഡിയം ലോറൈൽ സൾഫേറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പലതരത്തിലുള്ള അബ്രേസീവ്സ്, നമ്മളെ പല്ലിനെ വൈറ്റൻ ചെയ്യാനുള്ള കണ്ടൻസ് നമ്മൾ ഈ പറയുന്നുള്ള പല ടൂത്ത് പേസ്റ്റിലും ഉണ്ട്. ഫോർ എക്സാമ്പിൾ കാൽഷ്യം കാർബണേറ്റ് ഒരു കണ്ടൻറ്റാണ്, ഹൈഡ്രേറ്റഡ് സിലിക്ക എന്ന് പറഞ്ഞിട്ട് കണ്ടൻറ്റാണ്. അപ്പോൾ ഇതൊക്കെ അബ്രേസീവ് എന്ന് പറയും, നമ്മളെ പല്ലിനെ ചെറുതായിട്ടൊന്ന് വൈറ്റൻ ചെയ്യാനുള്ള കണ്ടൻസാണ്. അപ്പോൾ അബ്രേസീവ് കൂടുതലുള്ള ടൂത്ത് പേസ്റ്റ് ഒരിക്കലും സെലക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അത് നമ്മുടെ പല്ലിൻ്റെ ഇനാമലിനെ എപ്പോഴും ഇറോഡ് ചെയ്ത് വൈറ്റൻ ചെയ്യുമായിരിക്കും, പക്ഷേ ഇറോഡ് ചെയ്ത് നമ്മുടെ ഇനാമലിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അബ്രേസീവ്സ് ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന്, ഇപ്പോൾ കാൽഷ്യം കാർബണേറ്റ് ഒക്കെ വളരെ മൈൽഡായിട്ടുള്ള അബ്രേസീവാണ്. ഹൈഡ്രേറ്റഡ് സിലിക്കയും അതുപോലെ തന്നെയാണ്. പക്ഷേ ഈ ഉപയോഗിക്കുന്ന ഹൈഡ്രേറ്റഡ് സിലിക്കയുടെ പാർട്ടിക്കിൾ സൈസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പണ്ടുള്ള കാലങ്ങളിൽ ഈ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, നമ്മൾ പോലും ഉപയോഗിച്ചിട്ടുണ്ടാവാം, ഈ എന്താ പറയുക, ഉമിക്കരി പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ല് പെട്ടെന്ന് വെളുക്കും, പല്ല് സ്ട്രോങ് ആയിട്ടിരിക്കും, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഒബ്വിയസ്ലി അതിലെ കണ്ടൻസൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. സോൾട്ട് യൂസ്ഫുൾ ആണ്. പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ പാർട്ടിക്കിൾ സൈസാണ് ഇതിൻ്റെ എല്ലാത്തിനെയും പ്രശ്നം. കാരണം നമ്മളിത് ഉപയോഗിക്കും തോറും നമ്മുടെ പല്ലിനുള്ള തേയ്മാനം കൂടി വരുന്നൊരു കാഴ്ചയാണ് നമ്മളെപ്പോഴും കാണുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും സെൻസിറ്റിവിറ്റിയിലേക്കും പല്ലിൻ്റെ ആരോഗ്യത്തിന് അത് നല്ല രീതിയിൽ തന്നെ ബാധിക്കും. അടുത്തൊരു മേജർ കാര്യം നമ്മൾ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ കണ്ടൻറ്റിൽ ശ്രദ്ധിക്കേണ്ടത് ഫ്ലൂറൈഡ് കണ്ടൻറ്റ് നമ്മുടെ ടൂത്ത് പേസ്റ്റിലുണ്ടോ എന്നുള്ളതാണ്. നോർമലി മിക്ക ടൂത്ത് പേസ്റ്റുകളിലും ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് ആണ്. അതിൽ 1000 ppm ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുണ്ട് എന്ന് പലതിൽ എഴുതിയിട്ടുണ്ട്. സോഡിയം മോണോഫ്ലൂറോഫോസ്ഫേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ കണ്ടൻസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്ലൂറൈഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിൽ കേരീസ് വരാതിരിക്കാൻ തടയുന്ന ഒരു വളരെ മേജർ ആയിട്ടുള്ള ഒരു കമ്പോണൻ്റാണ് ഈ ഫ്ലൂറൈഡ്. എന്നാലോ ഫ്ലൂറൈഡ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൂറോസിസ് എന്ന് പറഞ്ഞിട്ട് പല്ലിൽ ബ്രൗണിഷ് അല്ലെങ്കിൽ വൈറ്റിഷ് ഡിസ്കളറേഷൻസ് ഒക്കെ വന്ന് പല്ലുകൾക്ക് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ കാൽസിഫിക്കേഷൻ പോലുള്ള ഫ്ലൂറൈഡ് റിലേറ്റഡ് പ്രോബ്ലംസ് വന്നിട്ട് പല്ലിൽ കേരീസൊക്കെ വന്ന് പല്ല് നശിച്ചു പോകാനും സാധ്യത വളരെ വളരെ കൂടുതലാണ്. പല്ലിൽ കേട് വന്ന് നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ഉള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ ഫ്ലൂറൈഡ് നമുക്ക് ടൂത്ത് പേസ്റ്റുകളിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന നമ്മുടെ വെള്ളത്തിൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഫ്ലൂറൈഡ്. അപ്പോൾ നമ്മളെ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ നമ്മളെ പല്ലുകൾക്ക് പ്രശ്നം വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതും കൂടെ എല്ലാവരും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ്. ഇൻ കേസ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ഇൻ കേസ് കുറവാണെങ്കിൽ നമുക്ക് ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് തന്നെയാണ് മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ഉള്ള ടൂത്ത് പേസ്റ്റും അവൈലബിൾ ആണ്, ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റും അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഹെർബൽ ടൂത്ത് പേസ്റ്റ്, നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ഹെർബൽ ടൂത്ത് പേസ്റ്റുകൾ കിട്ടുന്നുണ്ട്. ഈ ഹെർബൽ ടൂത്ത് പേസ്റ്റിലൊന്നും ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നില്ല. മിക്ക ഹെർബൽ ടൂത്ത് പേസ്റ്റും നോൺ ഫ്ലൂറിഡേറ്റഡ് ആണെന്ന് അതിൽ തന്നെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹെർബൽ ടൂത്ത് പേസ്റ്റുകൾ
കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യാറില്ല. കാരണം അതിൻ്റെ ഒരു റീസൺ ഇതാണ്. മാത്രമല്ല അതിൽ അബ്രേസീവ് കണ്ടൻറ്റ് കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ട്. കാരണം അത് കൂടുതലും ഹെർബൽ കണ്ടൻസ് ആയതുകൊണ്ട് നമ്മുടെ നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഇപ്പം ഈ പറഞ്ഞ പോലെ നെല്ലിക്ക, ഈ നീം ഇതുപോലുള്ള സാധനങ്ങളാണ് കൂടുതലും അവരതിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ കമ്പോണൻറ്റ് സൈസ് ചിലപ്പോൾ വ്യത്യാസം വരാനുള്ള, പാർട്ടിക്കിൾ സൈസ് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അത് ചില കേസുകളിൽ ഈ പല്ലിൽ കേരീസ് വന്ന് വേദന വരുന്ന ആൾക്കാർക്ക് താൽക്കാലികമായിട്ട് ആശ്വാസങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്. ചെറിയ രീതിയിൽ പെയിനൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ. പക്ഷേ അതിനുള്ള ഒരു മേജർ കാര്യം അവർ പല്ലിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ പേസ്റ്റ് ഉപയോഗിച്ച് ആശ്വാസം മാറ്റാതെ അതിന് വേണ്ടത് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതാണ് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഹെർബൽ ടൂത്ത് പേസ്റ്റുകൾ കൂടുതലും സജസ്റ്റ് ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ അത് നോൺ ഫ്ലൂറിഡേറ്റഡ് ആണ് എന്നുള്ളൊരു കാരണം കൂടെയാണ്. അടുത്തൊരു മെയിൻ കാറ്റഗറി ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റുകളാണ്. ഇപ്പോൾ നിങ്ങൾ പരസ്യത്തിൽ തന്നെ കണ്ടിട്ടുണ്ടാവും, ഒരു മേജർ ബ്രാൻഡിൻ്റെ പരസ്യം, ഡെൻറ്റിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന നമ്പർ 1 ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു പരസ്യം ചെയ്യാറുണ്ട് സെൻസിറ്റിവിറ്റി മാറ്റാനായിട്ട്. അപ്പോൾ അത് കണ്ട് പല ആൾക്കാരും പോയി വളരെ മിനിമൽ സെൻസിറ്റിവ് ഒക്കെ വരുമ്പോൾ തന്നെ ഇത് റെഗുലറായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവരങ്ങനെ പറയുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ ഉപയോഗിക്കേണ്ട ഒരു ടൂത്ത് പേസ്റ്റാണ്. അതൊരിക്കലും ഒരു ലോങ് ഡ്യൂറേഷന് സജസ്റ്റ് ചെയ്യുന്ന ഒരു ടൂത്ത് പേസ്റ്റുകളല്ല. കാരണം അതിൽ ഡെൻറ്റൈനൽ ട്യൂബ്യൂൾസിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കുറച്ച് കമ്പോണൻസ്, അതായത് കണ്ടൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രോക്സി അപ്പറ്റേറ്റ് ക്രിസ്റ്റൽസ്, സ്റ്റാനസ് ഫ്ലൂറൈഡ്, സ്റ്റാനസ് ക്ലോറൈഡ്, ഇങ്ങനെ പലതരത്തിലുള്ള ഡെൻറ്റൈനൽ ട്യൂബ്യൂൾസ്. നമുക്ക് സെൻസിറ്റിവിറ്റി വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനാമൽ എറോഡ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഇനാമലിന് ശേഷമുള്ളൊരു ലെയറാണ് ഡെൻറ്റിൻ എന്ന് പറയുന്നത്. അതിൽ ട്യൂബ്യൂൾസ് നമ്മൾ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട് ടച്ചിൽ വരുമ്പോഴാണ് നമുക്ക് സെൻസിറ്റിവിറ്റി അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ ട്യൂബ്യൂൾസിനെ താൽക്കാലികമായിട്ട് ഒന്ന് ബ്ലോക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കമ്പോണൻസ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റുകളാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഡെൻറ്റിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നത്. അത് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി കണ്ട് ഡെൻറ്റിസ്റ്റിൻ്റെ അഭിപ്രായത്തോടു കൂടെ എത്ര ഡ്യൂറേഷനിൽ ഉപയോഗിക്കണം എന്ന് ചോദിച്ചിട്ട് മാത്രം ഉപയോഗിക്കേണ്ട ഒരു ടൂത്ത് പേസ്റ്റാണ്. അത് റെഗുലർ യൂസിന് ഉപയോഗിക്കേണ്ട ഒരു ടൂത്ത് പേസ്റ്റ് അല്ല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ടൂത്ത് പേസ്റ്റുകൾ വേറൊരു കാറ്റഗറിയിലാണ് പെടുന്നത്. അതൊരു മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രമേ അതിനെ കാണാൻ പറ്റൂ. അതുപോലുള്ള പല രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ ഡെൻറ്റൽ ട്യൂബ്യൂൾസിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പല പല കണ്ടൻസ് ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബയോമിൻ എന്നൊക്കെ പറഞ്ഞ് ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ ടെക്നോളജിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ടൂത്ത് പേസ്റ്റുകൾ അവൈലബിൾ ആണ്. ഈ പരസ്യത്തിൽ കാണിക്കുന്ന ടൂത്ത് പേസ്റ്റ് മാത്രമല്ല. അത് ഉദ്ദേശിച്ചത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, സെൻസോഡൈനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊന്ന് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ കമ്പോണൻസ് ഒക്കെ കൂടാതെയും കുറച്ച് കളറൻസും പ്രിസർവേറ്റീവും ഒക്കെ ടൂത്ത് പേസ്റ്റുകളിൽ ആഡ് ചെയ്യുന്നത് ഒരു കോമൺ ആണ്. അപ്പം ഏത് ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യണം എന്ന് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു കോസ്മെറ്റിക് പ്രോഡക്റ്റ്, ഇപ്പോൾ നമ്മൾ സ്കിന്നിന് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് വ്യത്യാസമാണ്. അതുപോലെ തന്നെ ആണ് നമ്മൾ ഉള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ എൻവയോൺമെൻറ്റ് നോക്കിയിട്ട് വേണം ഒരു ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട്. നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ ഓറൽ അറ്റ്മോസ്ഫിയർ, നമ്മുടെ ശരീരത്തിൻ്റെ റിയാക്ഷൻ രീതി, ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യണമെന്ന് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോഡിയം ലോറൈൽ സൾഫേറ്റ് ഒരു കോമൺ കമ്പോണൻ്റ് ആണ്, എല്ലാ ടൂത്ത് പേസ്റ്റുകളിലും ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അതൊരു ഡിറ്റർജൻ്റ് ആയിട്ട്, ഒരു ഫോമിങ് എഫക്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ പല്ല് കുറച്ച് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കുള്ളൂ. പക്ഷേ ചില ആൾക്കാർക്ക് അത് കാരണം മൗത്ത് അൾസേഴ്സൊക്കെ റെഗുലറായിട്ട് വരുന്നൊരു കാഴ്ചയുണ്ട്. അങ്ങനെയുള്ളവർ സോഡിയം ലോറൈൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഫോർ എക്സാമ്പിൾ ഡെൻഡെ 91 അല്ലെങ്കിൽ ബെൻസോഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ടൂത്ത് പേസ്റ്റുകളിലൊന്നും ഈ പറഞ്ഞ പോലെ സോഡിയം ലോറൈൽ സൾഫേറ്റ് കണ്ടൻറ്റ് അടങ്ങിയിട്ടില്ല. പിന്നെ ജെൽ ടൈപ്പ് ടൂത്ത് പേസ്റ്റുകൾ കൂടുതലും സജസ്റ്റ് ചെയ്യാറില്ല. കാരണം അതിൻ്റെ റീസണും ഈ പറഞ്ഞ പോലെ അബ്രേസീവ് ആയിട്ടുള്ള കണ്ടൻസ് ഈ പറയുന്ന ടൂത്ത് പേസ്റ്റുകളിൽ കൂടുതലായിട്ടുണ്ട്. അബ്രേഷൻ കൂടുമ്പോഴത്തേക്കും നമ്മുടെ പല്ലിന് തേയ്മാനം സംഭവിക്കുന്നത് കൂടും. അങ്ങനെ വരുമ്പോൾ സെൻസിറ്റിവിറ്റി ഭാവിയിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ടൂത്ത് പേസ്റ്റുകളിൽ മാത്രമാണോ നമ്മുടെ പല്ല് സേഫായിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. അതിനുള്ള ഒരു മേജർ കാര്യമെന്ന് പറഞ്ഞാൽ ബ്രഷിംഗ് ടെക്നിക്കാണ്. നിങ്ങൾ ഏത് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ടും കാര്യമില്ല, പക്ഷേ നിങ്ങളുടെ ബ്രഷിംഗ് ടെക്നിക്ക് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഓറൽ ക്യാവിറ്റി ഹെൽത്തി ആയിട്ടിരിക്കത്തില്ല. ബ്രഷിംഗ് ടെക്നിക്കിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കണ്ടൻറ്റിൻ്റെ ഏരിയയിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടെയുണ്ട്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മുടെ ടൂത്ത് പേസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും വളരെ ചെറിയൊരു ഡോസിൽ മാത്രം എടുക്കുക. അതായത് ഒരു ബീഡിൻ്റെ സൈസിൽ, ഒരു പി സൈസിൽ മാത്രമേ ടൂത്ത് പേസ്റ്റ് എടുക്കാവുള്ളൂ എന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇൻജസ്റ്റ് ചെയ്യുന്നതും നല്ലതല്ല, അതായത് കഴിച്ച് ഇറക്കാനും പാടില്ല ടൂത്ത് പേസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ബ്രഷിംഗ് ടെക്നിക്കിനെ കുറിച്ചാണ്. അതിനു മുന്നേ എങ്ങനെയാണ് ഒരു ടൂത്ത് ബ്രഷ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നുകിൽ മീഡിയം അല്ലെങ്കിൽ സോഫ്റ്റ് ബ്രിസ്റ്റിൽസ് ഉള്ള ടൂത്ത് ബ്രഷ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അത് മാത്രമല്ല നമ്മളെ ടൂത്ത് ബ്രഷിലുള്ള ബ്രിസ്റ്റിൽസിൻ്റെ എണ്ണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ഓഫ് ബ്രിസ്റ്റിൽസ് കൂടുന്തോറും എഫക്റ്റീവ് ക്ലീനിങ്ങിന് വേണ്ടി അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ടൂത്ത് ബ്രഷിൻ്റെ ചാർജൊക്കെ ചെറിയ രീതിയിൽ വ്യത്യാസം വരും, ചെറുതായിട്ട് കൂടും, എക്സ്പെൻസ് ആവും. പക്ഷേ എപ്പോഴും നല്ല നമ്പർ ഓഫ് ബ്രിസ്റ്റിൽസ് ആവറേജ് ആയിട്ട് ഒരു 2500 മുതൽ 5000 വരെയൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ബ്രിസ്റ്റിൽസ് ഉള്ള ഒരു 4 റോ എങ്കിലും ബ്രിസ്റ്റിൽസ് വേണം. അങ്ങനെ വേണം ടൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യാനായിട്ട്. അല്ലാതെ വെറുതെ
പോയിട്ട് ചീപ്പായിട്ടുള്ള ടൂത്ത് ബ്രഷ് മേടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് പല്ലിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമല്ല, അത് ക്ലീനിങ്ങിന് എഫക്റ്റീവും ആവത്തില്ല. അപ്പോൾ ടൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതെല്ലാവരും ശ്രദ്ധിക്കണം. അത് മാത്രമല്ല ബ്രിസ്റ്റിൽസ് ഹാർഡാണോ സോഫ്റ്റ് ആണോ മീഡിയം ആണോ എന്നും കൂടെ ശ്രദ്ധിച്ചിരിക്കണം. ഹാർഡായിട്ടുള്ള ബ്രിസ്റ്റിൽസ് ഉള്ള ടൂത്ത് ബ്രഷുകൾ എടുക്കാതിരിക്കുക, സെലക്ട് ചെയ്യാതിരിക്കുക. കാരണം അത് പല്ലിനെ കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാനായിട്ട് മാത്രമേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. ഒരിക്കലും പല്ല് ക്ലീൻ ആക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യത്തില്ല. അപ്പം സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം തന്നെ കമ്പൽസറി ആയിട്ട് സെലക്ട് ചെയ്യണം. നമ്പർ ഓഫ് ബ്രിസ്റ്റിൽസ് കൂടുതലുള്ള ടൂത്ത് ബ്രഷ് തന്നെ സെലക്ട് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ബ്രഷിങ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടെ കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ കുട്ടപ്പൻ ചേട്ടൻ്റെ പല്ലാണ്. അപ്പോൾ കുട്ടപ്പൻ ചേട്ടൻ മര്യാദയ്ക്ക് ബ്രഷ് ചെയ്യാത്തത് കൊണ്ടാണ് കണ്ടില്ലേ പല്ലുകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത് എന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. ആദ്യം നമുക്ക് അഡൽട്സ് എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അഡൽട്സ് ബ്രഷ് ചെയ്യേണ്ടത് അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ വേണം ബ്രഷ് ചെയ്യാൻ. കണ്ടില്ലേ, ഫ്രണ്ടിൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ വേണം ബ്രഷ് ചെയ്യാനായിട്ട്. എന്നാൽ ഫ്രണ്ടിൽ മാത്രമാണോ ബ്രഷ് ചെയ്യേണ്ടത്? അല്ല, പല്ലിന് ഉള്ളിലേക്ക് 3 സർഫസുകൾ വേറെയും ഉണ്ട്. അതായത് നമ്മൾ ഉള്ളിലെ ഈ ഒക്ലൂഷ്യൽ സർഫസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു റൗണ്ട് മോഷനിൽ വേണം ക്ലീൻ ചെയ്യാനായിട്ട്. അത് മാത്രമല്ല പുറത്തോട്ടൊരു സ്ട്രോക്കും കൂടെ കൊടുക്കണം. അപ്പോഴേ പല്ലിൻ്റെ ഉള്ളിലുള്ള അഴുക്കിളകി അത് പുറത്തോട്ട് പോകത്തുള്ളൂ. ഇവിടെയും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യേണ്ട കാര്യമാണ്. ഇങ്ങനെ സർക്കുലർ മോഷനിൽ ക്ലീൻ ചെയ്തതിന് ശേഷം പുറത്തോട്ടൊരു സ്ട്രോക്ക്. അതുപോലെ ഉള്ളിലെ ഭാഗവും ഉള്ളിലും അതുപോലെ തന്നെയാണ്. ഉള്ളിലേക്ക് നമ്മൾ സർക്കുലർ മോഷനിൽ ക്ലീൻ ചെയ്യുന്നു, ക്ലീൻ ചെയ്തതിന് ശേഷം പുറത്തോട്ടൊരു സ്ട്രോക്ക്. ഇവിടെയും അതുപോലെ തന്നെയാണ്. സർക്കുലർ മോഷനിൽ ക്ലീൻ ചെയ്യുന്നു, പുറത്തേക്ക് ഒരു സ്ട്രോക്ക്. അത് മാത്രമല്ല ഈ ഉള്ളിലെ ഭാഗം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു ഏരിയയും കൂടെയാണ്. ഇവിടെ നമ്മൾ ഇൻസൈഡിൽ നിന്ന് പുറത്തോട്ടൊരു സ്ട്രോക്ക് വേണം കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഈ ഏരിയാസ് എല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ആകത്തുള്ളൂ. ഉള്ളിലും അതുപോലെ തന്നെയാണ്. മേളിലെ ഭാഗവും അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം. ഇതുപോലെ ഇവിടെയും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ബ്രഷിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. കുട്ടികളിൽ വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ആൻറ്റീരിയറിൽ ചെയ്യുമ്പം ഈ ഫ്രണ്ട് പോർഷനിലെല്ലാം നമ്മൾ സർക്കുലർ മോഷനിൽ ചെയ്യണം, കുട്ടികളിൽ മാത്രം. അഡൽസിന് അപ്പ് ആൻഡ് ഡൗൺ മോഷനും കുട്ടികളിൽ സർക്കുലർ മോഷനും. ഈ ഒരു ഡിഫറൻസ് മാത്രമേ കുട്ടികളിലും അഡൽസിലും വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഐഡിയലി നമ്മൾ ഫോളോ ചെയ്യേണ്ട ബ്രഷിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബ്രഷിംഗ് ടെക്നിക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് ബ്രഷിംഗ് ടെക്നിക്ക് മാത്രമാണോ പ്രോപ്പർ ആക്കേണ്ടത്? എന്നാൽ ഈ ബ്രഷിംഗ് ടെക്നിക്കിൽ ഒരു കാര്യം കൂടെ ഇൻക്ലൂഡഡ് ആണ്. അതായത് ഫ്ലോസിംഗ് എന്ന് പറയും. ഡെൻ്റൽ ഫ്ലോസ് എന്നാണ് പറയുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ മേടിക്കാൻ കിട്ടും. ഒരു ത്രെഡ് പോലെ ഇരിക്കുന്ന സാധനമാണ്. ഇതിങ്ങനെ എടുത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ത്രെഡ് പോലെ കിട്ടും. ഇത് 2 വിരലിലേക്ക് നമ്മളിങ്ങനെ ചുറ്റണം. അപ്പോൾ ഈ വിരലിങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പല്ലുകളുടെ ഇൻ്റർഡെൻ്റൽ സർഫസ് എന്ന് പറയും. അതായത് 2 പല്ല് ഇങ്ങനെയാണ് ഒരു പല്ലിരിക്കുന്നത്. ഒരു പല്ല് ഇങ്ങനെയും ഒരു പല്ല് ഇങ്ങനെയാണ് നോർമലി നമ്മുടെ പല്ലുകളെല്ലാം ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടകളിൽ ഫുഡ് ഇമ്പാക്ഷൻ വരാനും ഇതിൻ്റെ ഇടകളിൽ അഴുക്ക് കയറി ഇരിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പം ഈ ഏരിയാസിൽ നമ്മുടെ ബ്രഷുകളൊന്നും പ്രോപ്പറായിട്ട് എത്തില്ല. അപ്പോൾ ഈ ഏരിയാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലോസിങ് എന്ന് പറഞ്ഞ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. ഇത് ഡെയിലി നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം. ബ്രഷ് നമ്മൾ 2 നേരമാണ് ചെയ്യേണ്ടതെങ്കിൽ ഫ്ലോസിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു വട്ടമെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ 2 വിരലിൽ ഇങ്ങനെ ചുറ്റുക. എനിക്ക് കാണിച്ചു തരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതാണ് പല്ലെന്ന് വിചാരിച്ചു. അപ്പം ഈ പല്ലുകളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇട്ട് നമ്മൾ ബാക്ക് ആൻഡ് ഫോർത്ത് മോഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യണം. ഇതുപോലെ മൂവ് ചെയ്യണം. അങ്ങനെ എല്ലാ പല്ലുകളുടെ ഇടയിലും നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിനിങ്ങനെ മേളിലോട്ട് എടുക്കുമ്പോഴത്തേക്കും ഈ അഴുക്കെല്ലാം ക്ലീനായി പുറത്തൊക്കെ വരും. അങ്ങനെ എല്ലാ പല്ലുകളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഡെയിലി ഒരു വട്ടമെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലോസിങ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്രഷിങ്ങിലൂടെ വരുന്നത്. ഇനി എത്ര നേരമാണ് ബ്രഷിങ് ചെയ്യേണ്ടത്? വെറും 2 മിനിറ്റ് മാത്രം നിങ്ങൾ രാവിലെയും രാത്രിയും സ്പെൻഡ് ചെയ്യാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. വെറും 2 മിനിറ്റ്. അത് കഴിവതും നിങ്ങളെല്ലാവരും ചെയ്യുമ്പോഴത്തേക്കും ഒരു കണ്ണാടിയിൽ നോക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യം നിങ്ങൾക്ക് ഈ ബ്രഷിംഗ് ടെക്നിക്ക് ഫോളോ ചെയ്യാൻ ഇച്ചിരി പാടായിട്ട് വരും. അത് നാച്ചുറലി നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസിലൂടെ നോർമലായിട്ട് വരും. ഈവൻ ഫ്ലോസിങ് പോലും നല്ല ടഫായിട്ടുള്ളൊരു കാര്യമായിട്ട് ആദ്യം തോന്നും. പക്ഷേ നിങ്ങൾക്കതൊരു ഹാബിറ്റായി കഴിയുമ്പോഴത്തേക്കും ഈസി ആയിട്ട് നിങ്ങളത് ചെയ്യാനായിട്ട് പഠിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യമാണ് നിങ്ങൾ ബ്രഷിംഗ് ടെക്നിക്കിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ലുകളൊക്കെ ഓൾമോസ്റ്റ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അത് മാത്രമല്ല എല്ലാ 6 മന്ത്സിൽ ഒരിക്കലും നിങ്ങൾ ഡെൻ്റൽ കൺസൾട്ടേഷൻ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇപ്പോൾ ടൂത്ത് പേസ്റ്റിൽ മാത്രമല്ല കാര്യമുള്ളത്.
എല്ലാ ടൂത്ത് പേസ്റ്റുകളിലും അടിയിൽ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ തന്നെ കണ്ടൻറ്റിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ അവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഡു നോട്ട് മിസ് യുവർ ഡെൻറ്റിസ്റ്റ് അപ്പോയിൻമെൻറ്റ് എന്ന് കൃത്യമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. അത് ഡെൻറ്റിസ്റ്റ് കൺസൾട്ടേഷൻ മിസ്സാക്കാതെ റെഗുലറായിട്ട് ഡെൻ്റൽ ചെക്കപ്പ് നടത്തണമെന്നും ഡെൻറ്റിസ്റ്റിനെ കാണണമെന്നും ടൂത്ത് പേസ്റ്റുകളിൽ പോലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ടൂത്ത് പേസ്റ്റിലോ ബ്രഷിംഗ് ടെക്നിക്കിലോ നമുക്ക് മാക്സിമം നമ്മുടെ ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പക്ഷേ കേരി സോൺസ് വന്നു പോയി കഴിഞ്ഞാൽ അത് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് വന്ന് അത് കറക്റ്റ് ചെയ്ത് ആ ക്യാവിറ്റി മാറ്റി റെസ്റ്റോറേഷൻ ചെയ്താൽ മാത്രമേ അതെല്ലാം കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത്. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻസിലൂടെ പറയാവുന്നതാണ്. അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യം കൂടെയാണ്. എല്ലാവരും ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരുടെയും ഓറൽ ഹെൽത്ത് വളരെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റട്ടെ. നിങ്ങളെല്ലാവരും റെഗുലറായിട്ട് ഡെൻറ്റിസ്റ്റ് അപ്പോയിൻമെൻറ്റ് എടുത്ത് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് നല്ല ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു.